ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പച്ച തുവരപ്പരിപ്പാണ്. ഇത് പച്ചയ്ക്ക് കറി വെക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ തോട്ടത്തിനടുത്തുള്ള ഒരാൾ തന്നതാണ് ഇത്. അങ്ങനെ നമ്മൾ കറി വെക്കാൻ പോവാണ്. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് അത് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് ഉള്ളിയും 2 പച്ചമുളകും അരിഞ്ഞത്, ചെറിയൊരു സവാളയാണ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത്, എരിവുള്ള 2 പച്ചമുളകാണ് ഞാൻ എടുത്തത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് അതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളിയും കൂടി ഇടണം. ഇത് തേങ്ങ അരച്ച് വെക്കാനും നല്ലതാണ്. ഞങ്ങൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ബീഫ് കറി വെക്കുന്ന മാതിരി തന്നെയാണ്, ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെയാണ് വെക്കാൻ പോകുന്നത്. ഉള്ളിയും മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് തക്കാളിയും കൂടെ വഴന്നതിന് ശേഷം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. പിന്നെ മസാല ഞാനൊരു 2 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ബീഫ് മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. എത്രയും നമ്മൾ എടുത്തിട്ടുള്ള എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് ഇനി കൂട്ടുകയോ കുറച്ചോ ചെയ്യാം. ഞങ്ങൾ കുറച്ച് എരിവ് കൂട്ടുന്നവരായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് എരിവ് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിക്കണം. ഇത് നമ്മൾ കർണാടകയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പച്ച തുവരപ്പരിപ്പൊക്കെ വെച്ച് കഴിക്കുന്നത്. ഈ കർണാടകത്തിലുള്ളവരെല്ലാം ഇതൊക്കെയാണ് വെച്ച് കഴിക്കുന്നത്. പയറുവർഗ്ഗങ്ങളാണ് അവർ കൂടുതൽ കഴിക്കുന്നത്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കുന്നവരെ കാത്തിരിക്കാം. അപ്പം നമ്മുടെ മസാലയെല്ലാം നല്ലതായിട്ട് തിളച്ച് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പരിപ്പെല്ലാം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഈ പരിപ്പ് നിങ്ങൾ വിചാരിക്കുക എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തോ പയറാണെന്ന് വിചാരിക്കും. ഇത് ഉണങ്ങിയിട്ടില്ല, വെറും പച്ച പയറാണ്. ഉണങ്ങിയതിന് ശേഷമാണ് ഇത് ഈ പച്ച കളർ തൊലി ഇളകി പോകുമ്പോഴാണ് ഇത് നമ്മുടെ പരിപ്പിന് മഞ്ഞ കളർ വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. അപ്പം നമ്മുടെ പരിപ്പ് കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടണം. കറിവേപ്പില ഇല്ലായിരുന്നു, ഇടാൻ മറന്നതല്ല, കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.